ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഇന്ന് രാത്രി ഇറാനെ തീർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭീഷണി. ലോകത്തിന്റെ ദീർഘവും സങ്കീർണവുമായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണിത്. വിപ്ലവകരമായ അതിശയം നടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അന്ത്യശാസനത്തിന്റെ സമയപരിധിക്കുള്ളിൽ ഇറാൻ മറുപടി പ്രതീക്ഷിക്കുന്നുവെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞു. Very shortly, this war is going to conclude. And I think the nature of the conclusion is ultimately up to the Iranians. I think there really are two pathways, and I'm oversimplifying this a little bit, but I think pathway one is where the Iranians decide they're going to be a normal country. They're not going to fund terrorism anymore. They're going to be part of the world system of commerce and exchange. And that's going to mean much better things for them economically. It's going to mean better things for the peace and safety of the world. It's going to mean a lot of good things for a lot of people all over the planet. That's option A. Okay. Option B is if the Iranians don't come to the table and they stay committed to terrorism, to terrorizing their neighbors, not just Israel, but of course their Arab neighbors too, then the economic situation in Iran is going to continue to be very, very bad, and frankly, it will probably get worse. But we feel confident that we can get a response, whether it's positive or negative. We're going to get a response from the Iranians by 8 o'clock tonight. അതേസമയം ട്രംപിന്റെ ഭീഷണി തള്ളി ഇറാൻ രംഗത്തെത്തി. അമേരിക്ക അതിരുവിട്ടാൽ കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ US-നും സഖ്യകക്ഷികൾക്കും എണ്ണയും വാതകവും വർഷങ്ങളോളം നിഷേധിക്കുമെന്നും ഇറാൻ പറഞ്ഞു. മറക്കാനാവാത്ത വിധം തിരിച്ചടിക്കും. താൻ ഉൾപ്പെടെ 14 ദശലക്ഷം പേർ രാജ്യത്തിനായി മരിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാനിലെ ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. 48 മണിക്കൂർ പുറത്തിറങ്ങരുത് എന്നും നിർദ്ദേശമുണ്ട്. മനു ഭരത് കൂടുതൽ വിവരങ്ങൾ നൽകും. മനു, ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും പ്രതികരണങ്ങളൊക്കെയാണല്ലോ വരുന്നത്. ആദ്യം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വന്നതാണ് ആദ്യ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഭീഷണി. പിന്നാലെ JD വാൻസിൻ്റേത്. അതിനുശേഷം ഇറാന്റെ മറുപടി. ഇങ്ങനെ ഒന്നൊന്നായി വരുമ്പോൾ ലോകം എങ്ങനെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത്? ആശങ്കയുടെ സാഹചര്യം തന്നെയല്ലേ? യെസ് എൽദോ, ആശങ്കയുടെ സാഹചര്യം തന്നെ തുടരുകയാണ്. കാരണം ഇന്ന് അതായത് ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ 5:30 ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള സമയം അവസാനിക്കുന്നത്. അത് തുറക്കാത്ത പക്ഷം ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചില ഘട്ടങ്ങളിലൊക്കെ ട്രംപ് തൻ്റെ ഭാഷ എല്ലാ അതിർവരമ്പുകളും വിട്ടുപോകുന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴേറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ട്രംപിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം പോലും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ സാംസ്കാരിക പ്രതലം തന്നെ, ആ നാഗരികത തന്നെ താൻ ഇല്ലായ്മ ചെയ്യും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അത് പൂർണ്ണമായും തകർക്കും എന്ന് ട്രംപ് പറയുന്നു. അവിടെ ഒരു ഭരണമാറ്റം നടന്നു കഴിഞ്ഞു. വൈകാതെ തന്നെ അവിടെ ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രതീതി ട്രംപ് സൃഷ്ടിക്കുന്നു. ഇറാനെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അടിക്കും എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇത് ഒരുപക്ഷെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമോ എന്നൊരു ആശങ്കയാണ് പരത്തുന്നത്. നാളിതുവരെ ഇത് റെവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെയാണെങ്കിൽ ഇനി അത് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാകുമോ എന്ന ആശങ്ക ഉയരുന്നു. ഏതായാലും പവർ പ്ലാന്റുകൾ ആക്രമിക്കപ്പെടും, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും എന്ന കാര്യം ഏറെക്കുറെ അവർ അതിന് തയ്യാറായിരിക്കുകയാണ്. പലയിടങ്ങളിലും ഈ പവർ പ്ലാന്റുകളെ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യ ചങ്ങലകളൊക്കെ അവിടെ തീർത്തുകൊണ്ട് ഇറാൻ ചില പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടത്തുന്നു. പക്ഷേ പാലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകും എന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയും സമയമുണ്ട്. ഈസ്റ്റേൺ ടൈം 8 മണി എന്നതാണ് ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ ആയിട്ടുള്ളത്. സ്വാഭാവികമായും ആ സമയത്തിനുള്ളിൽ, അതായത് ഇന്ത്യൻ സമയം രാവിലെ 5:30, ആ സമയത്തിനുള്ളിൽ ആവശ്യമായ ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്നുള്ള പ്രതികരണം JD വാൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. സ്വാഭാവികമായും ഈ ചർച്ചകൾ വിജയം കാണുമെന്നൊരു പ്രതീക്ഷ കൂടി JD വാൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും 8 മണിക്കുള്ളിൽ അവർക്ക് ഇറാനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് അനുകൂലമാകാം, പ്രതികൂലമാകാം, പക്ഷേ അവർക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന് JD വാൻസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ട്രംപിൻ്റെ ഈ വാക്കുകൾ കുറെ കൂടി ഗൗരവത്തിൽ എടുക്കുക എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ട്രംപ് ആദ്യമായി മാർച്ച് 21 ഇങ്ങനെ ഹോർമുസ് കടലിടുക്ക് തുറക്കണം, അല്ലാത്ത പക്ഷം ഒരു കനത്ത ഒരു ആഘാതം ഉണ്ടാകും എന്ന്
വ്യക്തമാക്കുന്നത്. പിന്നീട് മാർച്ച് 23-ന് ട്രംപ് അവിടെ വീണ്ടും സമാനമായ ഒരു അന്ത്യശാസനം നൽകുന്നു. പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻസ് എന്ന രീതിയിൽ എല്ലാം അവസാനിച്ചു, ഇനി ഇത് തുറക്കുക അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും 5 ദിവസത്തിനകം എന്ന് മാർച്ച് 23-ന് ട്രംപ് പറയുന്നു. മാർച്ച് 26-ന് ട്രംപ് ആ അന്ത്യശാസനം 10 ദിവസത്തേക്ക് നീട്ടിക്കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മാർച്ച് 30-ന് ട്രംപ് തങ്ങൾ ശക്തമായി അടിച്ച് നിരപ്പാക്കും എന്ന തരത്തിലുള്ള ഒരു പ്രയോഗം ഇറാന് നേരെ നടത്തുകയും ചെയ്യുന്നു. ഏപ്രിൽ 1-ന് ട്രംപ് പറയുന്നത് ടെഹ്റാൻ ഒരു വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചു എന്നാണ്. പക്ഷേ അതിനൊന്നും തയ്യാറല്ല. ഇറാനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അവരെ പൂർണ്ണമായ നാശത്തിലേക്ക് തള്ളിവിടാൻ പോവുകയാണ്. ബാക്ക് ടു ദ സ്റ്റോൺ ഏജസ്, അതായത് ആ ശിലായുഗത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകും എന്ന ഒരു പ്രയോഗമാണ് ട്രംപ് ഏപ്രിൽ 1-ന് നടത്തുന്നത്. പിന്നീട് ഏപ്രിൽ 4-നും ട്രംപിൻ്റെ പ്രയോഗം കുറെ കൂടി രൂക്ഷമാവുകയാണ്. മേക്ക് എ ഡീൽ ഓർ ഓപ്പൺ ദി ഹോർമുസ് സ്ട്രൈറ്റ് എന്ന് ഏപ്രിൽ 4-ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരിക്കുന്നു. നരകത്തിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ തുറക്കുമെന്ന ഭയപ്പെടുത്തലുണ്ടാകുന്നു. ഏപ്രിൽ 5-ന് ട്രംപിൻ്റെ കുറെ കൂടി രൂക്ഷമായ ഒരു പ്രതികരണം വരുന്നു. പിതൃശൂന്യരെ എന്നൊക്കെയുള്ള തരത്തിൽ ഇറാനെ അഭിസംബോധന ചെയ്യുന്ന രീതി വരുന്നു. നിങ്ങൾ നരകത്തിലായിരിക്കും ജീവിക്കുക, നോക്കിക്കോളൂ എന്നൊക്കെ ഉള്ള ഒരു പ്രയോഗം വരുന്നു. ചൊവ്വാഴ്ച പവർ പ്ലാന്റുകൾ അതുപോലെ പാലങ്ങൾ എല്ലാം കൂടി അടിച്ച് നിരപ്പാക്കും, അതൊന്നും ഇനി അവശേഷിക്കില്ല ഇറാനിൽ എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നു ഇത് കുറെ കൂടി രൂക്ഷമായ സാഹചര്യമാണ്, ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ എല്ലാം തകർക്കും എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തനിക്ക് ഇനിയൊന്നും നോക്കാനില്ല എന്ന തരത്തിൽ അടിച്ച് നിരപ്പാക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം കൂടുതൽ രൂക്ഷമായി വരുന്നു. ഇനി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയും. പക്ഷേ ഇതിന് ഇറാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആക്രമണം ഉണ്ടായാൽ അത് നോക്കിയിരിക്കില്ല, അമേരിക്ക ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോറും ഇതുപോലെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നു. ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷസ്കിയാൻ പറയുന്നത് താൻ ഉൾപ്പെടെ 14 ദശലക്ഷം ആളുകൾ മരിക്കാനുള്ള സന്നദ്ധത തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാജ്യത്തിനു വേണ്ടി അവർ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കാർക്ക് അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂർ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ എവിടെയാണോ ഇപ്പോൾ നിലവിലുള്ളത് അവിടെ അതീവ സുരക്ഷിതരായി ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്ന് വ്യക്തമാക്കുന്നു. ഈ ഖാർഗ് ദ്വീപ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യത എന്നൊരു വിലയിരുത്തലുണ്ട്. ഖാർഗ് ദ്വീപിൽ അവിടെ നേരത്തെ തന്നെ ആക്രമണം നടത്തിയെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുന്നു. ഇറാൻ്റെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും അമേരിക്കൻ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും പറയുന്നു. പക്ഷേ ഇനി ഈ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടാകുന്നു. നേരത്തെ ഈ ഖാർഗ് ദ്വീപിലെ ചില സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ആണ് ശ്രമിച്ചിരുന്നത് എന്ന് വാൻസ് പറയുന്നു. ഇറാനിൽ US-നുണ്ടായിരുന്ന സൈനിക ലക്ഷ്യങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നൊക്കെ JD വാൻസ് പറയുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പുതിയ പ്രഖ്യാപനം വരുന്നത്. ഈ രാത്രി ഇറാൻ്റെ അവസാനമാണ് എന്നാണ് ട്രംപ് ഇവിടെ ഭീഷണിയായി മുഴക്കുന്നത്. അതേസമയം ഇറാൻ പ്രത്യാക്രമണം തുടരുന്നു. ഷാർജയിലേക്ക് ചില അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ചില മിസൈൽ ആക്രമണം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും എക്സിലൂടെ ഈ ഇറാൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അന്ത്യശാസനത്തെ തള്ളിക്കളയുന്നു. 140 ലക്ഷം വരുന്ന ഇറാൻ ജനത രാജ്യത്തിനു വേണ്ടി ബലിയാടാകാൻ തയ്യാറാകണം എന്ന് മസൂദ് പെഷസ്കിയാൻ പറയുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ബോംബിട്ട് തറക്കും എന്ന ട്രംപിൻ്റെ അന്ത്യശാസനത്തിന് ശക്തമായ മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രെയിൻ യാത്രകൾ ഒഴിവാക്കാനൊക്കെ ഇപ്പോൾ അവിടെയുള്ള പല ആളുകൾക്കും
അത് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള എംബസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലും ഒക്കെ ഇത്തരം മുന്നറിയിപ്പ് ഇറാനികൾക്ക് നൽകുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശമുണ്ടല്ലോ പുറത്തിറങ്ങരുത് എന്നുള്ളത്. അതായത് വളരെ കൃത്യമായി ജനങ്ങളോട്, പ്രവാസികളോട് അത്തരത്തിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകണമെങ്കിൽ അവിടെ കാര്യഗൗരവമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് നടക്കാനുണ്ട് എന്നുള്ള സൂചന കൂടി അതിൽ വരുന്നില്ലേ? എങ്ങനെയാണ് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ടോ ഏതെങ്കിലും തരം? അത് ഇന്ത്യ വലിയ ഗൗരവത്തോടു കൂടിയാണ് വിഷയത്തെ നോക്കിക്കാണുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കാലം ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ ഒരുപക്ഷെ നിലവിട്ട് ഈ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമോ എന്നുള്ള ഭയം ഉണ്ട്. അത് ഈ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളിലേക്കാകാം, ഗതാഗത സംവിധാനങ്ങളിലേക്കാകാം, പാലങ്ങൾ പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കാകാം. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം ഘട്ടങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ ഒരു സൂചന തന്നെ സ്വാഭാവികമായി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായേക്കാം എന്ന ആശങ്കയാണ്. അതുകൊണ്ടാണ് 48 മണിക്കൂർ യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം രാജ്യം അവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുള്ളത്. അതെല്ലാവരും ജാഗ്രതയോടുകൂടി പാലിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് സമാനമായ രീതിയിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് നീങ്ങണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനികളോട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഇന്ന് ട്രെയിൻ യാത്രകളൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ നൽകുന്നൊരു സൂചന സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായേക്കുമോ എന്ന ആശങ്കയാണ്. ഏതായാലും ടെഹ്റാനിലും മറ്റു നഗരങ്ങളിലുമൊക്കെ ഇറാനിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒപ്പം ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. പരിസരത്തുള്ള ഈ ഡമാസ്കസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മിസൈലുകൾ വരുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. സിറിയൻ സ്റ്റേറ്റ് TV പോലും ഇറാനിൽ നിന്ന് വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ സൗദി പ്രതിരോധ മന്ത്രാലയവും സമാനമായ ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. താൽക്കാലിക വെടിനിർത്തൽ എന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ ഇറാൻ, അതായത് US മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും തള്ളുകയാണ്. താൽക്കാലിക വെടിനിർത്തലിനായി ഇറാൻ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ US നൽകിയ എല്ലാം തള്ളുകയാണ്. അത് തങ്ങളുടെ താല്പര്യം പരിഗണിച്ചു കൂടി വേണം യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കാൻ എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. യുദ്ധത്തിൽ തകർന്നു പുനർനിർമ്മിക്കാനുണ്ട്, മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും അതുപോലെ ഉപരോധങ്ങൾ നീക്കണമെങ്കിലുമൊക്കെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇറാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ഈ യുദ്ധത്തിനുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ തുക അമേരിക്കയ്ക്ക് നൽകാൻ ബാധ്യസ്ഥരാണവർ എന്ന തരത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കമുണ്ടായാൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറക്കൂ എന്നുള്ള ഒരു നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും US നിർദ്ദേശത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ പ്ലാന്റുകൾ അതുപോലെ പാലങ്ങളൊക്കെ തകർക്കുമെന്ന ഭീഷണി അവരും ഗൗരവത്തിൽ എടുക്കുന്നു. ഏതായാലും ഇതിൽ JD വാൻസിൻ്റെ വാക്കുകളാണ് ഒരല്പം ആശ്വാസം ഇപ്പോൾ നൽകുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് JD വാൻസ് പറയുന്നു. അത് ഏതു തരത്തിലുള്ള ചർച്ചകളായിരിക്കും എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അത് എത്രത്തോളം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹായകരമാകും എന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഉള്ളത്. മാർക്കോ റൂബിയോ ഈ വിഷയം ഗൗരവത്തോടെ എടുക്കുന്നതായി പറയുന്നു. ഇന്ന് ഒരു പ്രധാന വാർത്ത ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു. ഈ ചർച്ചകൾ അതല്ലെങ്കിൽ നെഗോസിയേഷൻസ് നടത്തി പ്രശ്നപരിഹാരത്തിലേക്കുള്ള വഴിയുണ്ടാകും എന്നുള്ള പ്രതീക്ഷ മാർക്കോ റൂബിയോ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇത് ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു കൃത്യമായ ധാരണ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മോർ ന്യൂസ് ലേറ്റർ ടുഡേ ഓൺ ദാറ്റ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ വരാം, പക്ഷേ അത് എന്ത് തരത്തിലുള്ള വിവരങ്ങൾ എന്ന് അറിയില്ല. അതോടൊപ്പം മാർക്കോ റൂബിയോ ന്യൂസിലാൻഡിൻ്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ മറ്റ് നേതാക്കളുമായൊക്കെ ചില ആശയ സംവാദങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ ആണ് ഈ ഇറാനിലുള്ള ടബ്രിസിൽ അവിടെ ഒരു തെർമൽ ഊർജ്ജ കേന്ദ്രം, അതായത് താപവൈദ്യുതി നിലയം ഉണ്ട്. ഈ ഊർജ്ജ കേന്ദ്രത്തിന് സമീപമാണ് ഇപ്പോൾ അവിടെ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ ഇറാൻ്റെ ഈ സ്പോർട്സ് വിഭാഗ മന്ത്രി
അവിടെ ആളുകളോട് അവിടെ ഒരു ഹ്യൂമൻ ചെയിൻ അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുമെന്ന് പറയുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിച്ച് അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തുന്നത്. ഏതായാലും ഖത്തർ ഇപ്പോൾ ചില പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിയന്ത്രണത്തിന് പുറത്തേക്ക് വരുമോ എന്ന ആശങ്ക അവിടെ വരുന്നു. ഖത്തർ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു US ഡെഡ്ലൈൻ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ എല്ലാ പക്ഷങ്ങളോടും യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന് ദോഹ ആവശ്യപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ അവിടുത്തെ ഒരു പ്രാദേശിക സുരക്ഷ, അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് അവിടെ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു. അതേസമയം ഈ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അവിടെയുള്ളവരെ മാറ്റാനൊക്കെയുള്ള അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള 3 വർഷത്തിലധികമായി തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് പൗരന്മാരെയൊക്കെ അവിടെ നിന്ന് മാറ്റാനൊക്കെയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അവിടെ ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഫ്രഞ്ച് പൗരന്മാരെയൊക്കെ അവിടുന്ന് മാറ്റാനൊക്കെയുള്ളൊരു ശ്രമം ഫ്രാൻസ് നടത്തുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അത് ഇമാനുവൽ മാക്രോണിൻ്റെ ഒരു എക്സ്പോസ്റ്റാണ്. അത് ഈ ഒമാൻ അധികൃതരാണ് അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ വലിയൊരു ആശങ്കയിലേക്ക് ലോകം നീങ്ങുന്നു. ലോകം ഒരു ആശങ്കയുടെ മുൾമുനയിലാണ്. എന്ത് സംഭവിക്കും, ഈ യുദ്ധം എങ്ങനെ പരിണമിക്കും, ഇതിൻ്റെ ഒരു അനന്തരഫലമായി ഇപ്പോൾ തന്നെ ഓഹരി വിപണികളിൽ അതിൻ്റെ പ്രത്യാഘാതം വന്നു കഴിഞ്ഞു. ഓഹരി വിപണി നേരിയ തോതിൽ ഇടിവിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ വിപണിയാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ യൂറോപ്പിലെ വിപണികൾക്കും അത് പ്രശ്നമായിട്ടുണ്ട്. എണ്ണവില $115 കയറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണവില വർദ്ധിക്കുന്നു, ഓഹരിയിൽ വിപണിയിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകുന്നു. അങ്ങനെ ലോകം അനുനിമിഷം ഈ വിഷയത്തിൽ എങ്ങനെ ഇത് പര്യവസാനിക്കുമെന്നത് വളരെ ഗൗരവമുള്ള ചർച്ചകൾ തന്നെയാണ് ലോകമെമ്പാടും നടക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ പല മേഖലകളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ വീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എണ്ണവിലയിലാവട്ടെ, മാർക്കറ്റിലാവട്ടെ, എല്ലാം. എന്തായാലും ട്രംപിൻ്റെ ആ പ്രഖ്യാപനം അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എങ്ങനെയാണ് ഇനി നാളെ നേരം പുലരുമ്പോൾ എന്താണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5:30 ഇന്ത്യൻ സമയം 5:30 ഈ ട്രംപ് പറഞ്ഞ ടൈം. എന്താണെന്ന് കാത്തിരിക്കാം.